نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവന്റെ മുത്തക്കയങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെയാണ് പേരെടുത്ത് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അതിൽ ചിലരുടെ പേര് ഒരു തവണയോ രണ്ടോ മൂന്നോ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറയപ്പെട്ട പ്രവാചകൻ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലുള്ള പ്രാധാന്യം? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന അറബി കലണ്ടർ അനുസരിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മൂസാ നബിയുടെ ചരിത്രവും മുഹറം മാസവും തമ്മിലുള്ള ബന്ധം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സംഭവത്തെ സ്മരിച്ചുകൊണ്ട്, അത് മുഹറം മാസത്തിലാണ് എന്നുള്ള നിലക്ക് ഉസ്താദ് കാലത്ത് മൂസാ നബിയെ സ്മരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മദീന നിവാസികളും ജൂതന്മാരടക്കമുള്ള ആളുകളും നോമ്പനുഷ്ഠിച്ച ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മൂസാ നബിയുടെ ചരിത്രം ഈ ഒരു സന്ദർഭത്തിൽ നാം അയവിറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന, ഫേസ് ചെയ്യേണ്ടി വന്ന പരീക്ഷണങ്ങൾ ഒരുപാട് തലത്തിലുള്ളതായിരുന്നു. ജനിക്കുന്നതിന്റെ മുൻപ് തന്നെ പരീക്ഷണത്തിന് വിധേയമായ പ്രവാചകനാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ഈജിപ്തിന്റെ രാജാവ്, ഫറോവ വിഭാഗത്തിൽപ്പെട്ട രാജാവ് അന്ന് കണ്ട ഒരു സ്വപ്നം, അദ്ദേഹം കണ്ട സ്വപ്നം ബനൂ ഇസ്രായേലിൽ ജനിക്കുന്നവരിൽപ്പെട്ട ഒരാൾ തന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തുന്നതായിട്ട് രാജാവ് സ്വപ്നം കാണാണ്. അന്ന് നാട്ടിലുണ്ടായിരുന്ന സ്വപ്ന വ്യാഖ്യാതാക്കൾ അതിന് നൽകിയിരുന്ന പരിഹാരം
ബനു ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാം. ബനു ഇസ്രായേലിയരും കിബിത്തികളുമാണ് ആ നാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കുടുംബങ്ങൾ. അതില് കിബിത്തികളുടെ എതിർ വിഭാഗക്കാരായിട്ടാണ് ബനു ഇസ്രായേലിയർ അറിയപ്പെട്ടിരുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് തന്റെ അധികാരം പിടിച്ചെടുക്കും എന്ന് സ്വപ്നം കണ്ടപ്പോൾ അതിന് പരിഹാരമായിട്ട് അന്നത്തെ രാജാവ് കണ്ട വഴി ഇതാണ്: എല്ലാരെയും കൊല്ലുക, ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുക. അപ്പൊ പിന്നെ ആണായിട്ട് ഒരാൾ വലുതായിട്ട് പിന്നെ തന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നാണ് ഫറോവ, ഭീകരനായ രാജാവ്, ഭരണാധികാരി അങ്ങനെയാണ് ചിന്തിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ കിങ്കരന്മാര്, അന്നത്തെ നേതാക്കന്മാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത മറുപടി, പരിഹാരം. ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നു. ജനിച്ചു എന്ന് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഗർഭിണി ഉണ്ട് എന്ന് അറിഞ്ഞാൽ, ബനു ഇസ്രായേൽ കുടുംബത്തിൽ ഒരു ഗർഭിണി ഉണ്ട് എന്ന് അറിഞ്ഞാൽ അധികാരികള്, രാജാവിന്റെ ആളുകൾ അവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യും, അടയാളപ്പെടുത്തും. എന്നാണ് പ്രസവിക്കുന്നത് അന്ന് ആ തള്ളയെ രക്ഷിക്കും, കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കൂല. ഒരു സൊസൈറ്റിയെ, ഒരു സമൂഹത്തെ, ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി എത്ര കാലം അങ്ങനെ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കും? കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ ഉമ്മമാര് തീരുന്നതോടുകൂടി ആ തലമുറ തന്നെ അവസാനിച്ചു പോകും. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. ഇത് ഫറോവയുടെ തന്ത്രം, ഫിർഔനിന്റെ തന്ത്രം. പക്ഷെ അള്ളാഹു അതിലും വലിയ തന്ത്രജ്ഞനാണല്ലോ. അള്ളാഹു മൂസാ നബിയുടെ മാതാവിന് നൽകുന്ന വഹ്യ്, സന്ദേശം, കുട്ടിയെ ഒരു പെട്ടിയിലാക്കാൻ, എന്നിട്ട് നൈൽ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ. അങ്ങനെ അവർക്ക് കിട്ടിയ ഇൽഹാം, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം അനുസരിച്ച് അവര് കുട്ടിയെ ഒരു ബോക്സിനകത്താക്കി പെട്ടിയിലാക്കി നദിയിൽ കൊണ്ടുപോയി വെച്ചു. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നാം ചിന്തിക്കുന്നതിനെല്ലാം അപ്പുറത്താണ്. അന്ന് നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ ഭാര്യ രാജ്ഞിയും തോഴിമാരും ഒഴുകി വരുന്ന ഒരു പെട്ടി കാണുന്നു. തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു കുട്ടി. ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അവർ ഈ കുഞ്ഞിനെയുമായി കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവർക്ക് ഉള്ളിൽ അതിനെ വളർത്തണമെന്ന് ആഗ്രഹം, പക്ഷെ ഫറോവ അതിന് സമ്മതിച്ചില്ല. പക്ഷെ പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില സംസാരങ്ങൾക്ക് അവസാനം ഭാര്യയുടെ ഇംഗിതത്തിന്, ആവശ്യത്തിന്, നിർബന്ധിതയായി ഫറോവ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ബനു ഇസ്രായേലിൽപ്പെട്ട ആരാണോ തനിക്ക് ഭയപ്പാടുള്ളത് ആ വ്യക്തി അവസാനം കൊട്ടാരത്തിൽ രാജകീയമായ രീതിയിൽ വളരുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുന്നു. അള്ളാഹു ചെയ്തു കൂട്ടുന്ന അത്ഭുതങ്ങൾ ലോകത്ത് എത്രയാണ്. ആ കുഞ്ഞിന് പാല് കുടിക്കണം, രാജ്ഞി തന്നെ അതിന് ശ്രമിച്ചു. പക്ഷേ കുഞ്ഞ് പാല് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ആർക്കാണ് ഈ കുഞ്ഞിന് പാല് നൽകാൻ സാധിക്കുക എന്ന വിളംബരമുണ്ടായി. ആരുടേതും കുഞ്ഞ് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം ഉമ്മ തന്നെ കൊട്ടാരത്തിലേക്ക് വരുന്നു, ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ. അത് ഈ കുട്ടിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ആ ഉമ്മക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഭരണാധികാരിക്കും കൂട്ടർക്കും അത് അറിയില്ല. അതിന് കുഞ്ഞ് തയ്യാറാകുന്നു. അങ്ങനെ രാജാവിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഒരു പക്ഷെ ലോകത്ത് സ്വന്തം കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ നൽകിയ ആദ്യത്തെ ഉമ്മയായി മൂസാ നബിയുടെ ഉമ്മ മാറുന്നു. മൂസാ നബിയുടെ ഉമ്മ തന്നെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നു. അതിന് അവര് രാജാവിന്റെ ശമ്പളവും പറ്റുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ ജീവിച്ചു, എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു. കുഞ്ഞിങ്ങനെ വളർന്നു വന്നു. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത്, സൂറത്ത് ശുആറയിലും അതേപോലെ ഖസസിലൊക്കെ ഈ ചരിത്രം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഖസസിൽ പറയുന്നിടത്ത് വലമ്മാ ബലഗ അശുദ്ധഹു, അദ്ദേഹത്തിന് നല്ല ശക്തിയൊക്കെ ഒരു യുവാവായി മാറിയപ്പോ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി ഒരു യൗവനത്തിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന് അല്ലാഹു തത്വജ്ഞാനവും അതേപോലെ തന്നെ നല്ല അറിവും ഒക്കെ നൽകി അദ്ദേഹം ശക്തനായി വളർന്നു വന്നു. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മൂസ അന്ന് നബി ആയിട്ടില്ല, അദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോ, ബനു ഇസ്രായേലിൽപ്പെട്ടവനാണ് മൂസാ നബി അലൈഹി വസല്ലം, കിബിത്തികളാണ് അപ്പുറത്തുള്ളത്, മൂസാ നബി അതിൽപ്പെട്ടതെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കെ ബനു ഇസ്രായേൽപ്പെട്ട ഒരാളും
കിബിത്തികൾപ്പെട്ട ഒരാളും തമ്മിൽ ഒരു കശപിശ, ഒരു ശണ്ട ഉണ്ടാകുന്നു, ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതില് ഈ ബനു ഇസ്രായേൽപ്പെട്ട ആള് അതിലെങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുന്ന ആളാണല്ലോ, രാജപുത്രൻ എന്ന നിലക്കാണല്ലോ വളരുന്നത്. അവരെ അദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചു. മൂസാ നബി ചെന്നിട്ട് ഈ കിബിത്തി വംശത്തിൽപ്പെട്ട മറ്റേയാൾ ആക്രമിക്കുമ്പോ കിബിത്തിക്കാരനെ കൊന്നു കൊടുത്തു. ആ ഒറ്റ അടിക്ക് തന്നെ അദ്ദേഹം വളരുന്നത് രാജകൊട്ടാരത്തിലാണ്. ആയുരാരോഗ്യ സൗഖ്യമുള്ളവനാണ്, നല്ല ധീരനാണ്, ശക്തനാണ്, ആരോഗ്യമുള്ള വ്യക്തിയാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്. ഒന്ന് കൊടുത്തപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചു. ഈ കിബിത്തിക്കാരൻ മരിച്ചു. പിറ്റേന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായതൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അന്നും ഇതേപോലെ ഇദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചു. അപ്പൊ മൂസാ നബിക്ക് ഒരു സംശയം, ഇയാൾ ഇതിന്റെ ഒരാളാണോ, സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ എന്ന് പറയുമ്പോൾ അദ്ദേഹം തയ്യാറായില്ല. അപ്പൊ അയാള് ഇന്നലെ ചെയ്തത് നീയാണെന്ന് ഞാൻ പുറത്ത് പറയും എന്ന് പറഞ്ഞ് മൂസാ നബിക്കെതിരെ ഒരു കൊലപാതക കുറ്റം അവിടെ ഇങ്ങനെ ചർച്ചയായി വന്നു. സത്യത്തിൽ മൂസാ നബി മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, ഒരു അബദ്ധം സംഭവിച്ചതാണ്, ഒരു മാനുഷികമായ ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. അങ്ങനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കാണ്, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ സംഭവിച്ച ഒരു അബദ്ധം കാരണം മറ്റൊരാളുടെ നീതിക്ക് വേണ്ടി ഇടപെട്ടതാണ്. ആ നിലയ്ക്ക് ശരിയാണ്, പക്ഷേ ഒരിക്കലും കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നില്ല. എന്തായാലും പറ്റിപ്പോയി, അബദ്ധം സംഭവിച്ചു പോയി. അള്ളാഹുവോട് അതൊരു വ്യക്തിയുടെ ഒരു വിശ്വാസിക പ്രത്യേകതയാണ്. അബദ്ധം തെറ്റ് ചെയ്ത ആളല്ല നശിക്കുന്നത്, മറിച്ച് തെറ്റ് ചെയ്തിട്ട് അത് തൗബ ചെയ്യാതെ തെറ്റിനെ തിരിച്ചറിയാത്തവരാണ് നശിച്ചു പോകുന്നത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബക്ക് തയ്യാറായി. അങ്ങനെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചർച്ച വന്നപ്പോ മൂസാ നബിക്ക് തോന്നി, ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നാട് വിടാൻ തീരുമാനിച്ചു. ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പോവാണ്. മദിയനിലേക്ക് പോകുമ്പോ വഴിയില് അദ്ദേഹം ചെന്ന് എത്തുന്നത് കാലികളെ മേയ്ക്കുന്ന കുറെ ആളുകൾ ഒരു കിണറ്റിന് ചുറ്റും, ഒരു കുഴിക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിട്ട് അതിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക മദിയനിൽ. അങ്ങനെ ഈ രംഗം മൂസാ നബിയുടെ പിന്നെ നാട് പെട്ട് ഇങ്ങനെ ഓടി പോകുന്ന ഒരാളാണ്. വഴിയിൽ ഇങ്ങനെ ഈ രംഗം കാണാണ്. അപ്പൊ കുറച്ച് ദൂരെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിലും വെള്ളത്തിനുള്ള പാത്രമുണ്ട്, വെള്ളം എടുക്കണം. പക്ഷെ ഈ പുരുഷന്മാർ അവിടെ നിന്ന് തിരക്കുന്നത് കൊണ്ടും ഇവരെ ആരും സഹായിക്കാതെ ഇവർക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ ആരും തയ്യാറാകാത്തത് കൊണ്ട് മൂസാ നബി അതിലേക്ക് ചെന്നു. അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലാണ്, ഇത് പൊക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് വെള്ളമെടുക്കാൻ പറ്റുള്ളൂ. മൂസാ നബി അവരെ സഹായിച്ചു, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ ഇന്ന് വെള്ളമെടുക്കാൻ പോയ കുട്ടികൾ പെട്ടെന്ന്, ഇത് ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കളായിരുന്നു. ഈ പെട്ടെന്ന് മക്കൾ തിരിച്ചു വന്നപ്പോ ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വളരെ പ്രായാധിക്യത്തിലൂടെ ആണുള്ളത്, ഒരു വൃദ്ധനാണ്, അവര് മാത്രമേ വീട്ടിലുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് മക്കൾ വന്നപ്പോ ശുഐബ് നബി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അവരുടെ കൂട്ടത്തിലുള്ള ഈ രണ്ട് സഹോദരികൾ അവര് പറഞ്ഞു, ഞങ്ങളെ ഒരാളെ സഹായിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയത്. ഈ കഥ കേട്ടപ്പോ ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ചു. അവരോട് അദ്ദേഹത്തോട് മക്കൾ പറഞ്ഞു, അദ്ദേഹത്തിനുള്ള കൂലി കൊടുക്കേണ്ടത് അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് ചെയ്തു തന്നത്, അതിന് അദ്ദേഹത്തോട് കിട്ടും. അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞു പോയി നോക്കൂ. ഒരാൾ തെരഞ്ഞു പോയി, കാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഗ്ഫിർഹു, അദ്ദേഹത്തിന് പ്രതിഫലം നൽകണം എന്ന് പറഞ്ഞ് അവർ തെരഞ്ഞു പോയി. തെരഞ്ഞു പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാഇ, ഒരു അന്യ വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹത്തിന് കൂലി കൊടുക്കൽ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് തംശി അല ഇസ്തിഹ്യാഇ, അവര് നടന്നത് ഹയാഓട് കൂടിയാണ്, അല്ലെങ്കിൽ ഹയാ എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറിയിട്ടുണ്ട്. എന്താണ്? പൂർണ്ണമായ ലജ്ജയോട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ലജ്ജാവതിയായിരിക്കുക, ലജ്ജയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരു ആഭരണമാണ്, അവൾക്ക് ഒരു ആഭരണമാണ്, അത് അവൾക്കൊരു അഭിമാനമാണ്. അങ്ങനെ അവര് ആ രീതിയിൽ അവര് ചെന്നിട്ട് ഇവരെ വിളിച്ചു. കാലത്ത് ഇന്ന എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത പണിക്കുള്ള കൂലി നൽകാൻ എന്ന് പറഞ്ഞ് മൂസാ നബിയെ അവര് വിളിച്ചു. അങ്ങനെ അവര് വന്നിട്ട് പിന്നെ ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരുന്നു, അവരോട് കഥയൊക്കെ പറയുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരെ കുറിച്ചുള്ള അവരുടെ ശേഷിയും ശക്തിയൊക്കെ ബോധ്യപ്പെട്ട
ഷുഐബ് അലൈഹിസ്സലാമിന്റെ മകൾ പറയുന്നുണ്ട്, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയൽ അമീൻ, തീർച്ചയായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വ്യക്തി നല്ല ശക്തിയും അതേപോലെ തന്നെ കവിയുമാണ്, അമീനുമാണ്. കവി എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജോലിക്ക് ഒരാളെ വെക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരാളെ വെക്കണം, അതിനുള്ള കരുത്ത് അയാൾക്കുണ്ട്. അപ്പോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുകയാണ്, അദ്ദേഹത്തിന് കൂലി കൊടുക്കുന്നതൊക്കെ ആ സംസാരമൊക്കെ വന്ന് അവര് പരസ്പരം ഷുഐബ് നബിക്കും മൂസാ നബിക്കും തമ്മിലുള്ള ആ ഒരു ബന്ധം ദൃഢമായപ്പോ ഷുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയോട് തന്റെ മകളിൽ ഒരാൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. വിവാഹാലോചന നടത്തുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും മഹർ കൊടുക്കണം. പക്ഷെ മൂസാ നബിയുടെ കയ്യിൽ യാതൊന്നുമില്ല, 2 കൈയും ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് മഹറിന്റെ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തോട് ഷുഐബ് നബി ആവശ്യപ്പെടുന്നത് 8 അല്ലെങ്കിൽ 10 വർഷം അവർക്ക് ആടുകളുണ്ട്, ഈ ആടിനെ മേയ്ക്കാൻ മിനിമം 8 വർഷം, നിനക്ക് ഇഷ്ടമാണെങ്കിൽ 10 വർഷം. അപ്പോഴാണ് അവർ പറയുന്നത്, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയൽ അമീൻ, നിങ്ങൾ കൂലിക്ക് വേണ്ടി ആളെ വെച്ച് എടുത്തിരിക്കുന്നത് നല്ല ശക്തനെയാണ്, അതേപോലെ തന്നെ നല്ല വിശ്വസ്തനെയുമാണ്. അപ്പൊ വീട്ടില് പെൺകുട്ടികൾ മാത്രമുള്ള, അല്ലെങ്കിൽ പെൺകുട്ടികളും ഈ ഉപ്പയും മാത്രമുള്ള വീട്ടില് അവരുടെ ജോലിക്കാരനായിട്ട് നിൽക്കുമ്പോൾ അത് വിശ്വസ്തനായിരിക്കണം. അങ്ങനെ അതിന് പറ്റുന്ന ആളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയും മൂസാ നബിയെ 8 വർഷത്തെ ജോലിക്ക് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഏൽപ്പിക്കുകയും അങ്ങനെ മൂസാ നബി അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. എന്നിട്ട് മൂസാ നബി തന്റെ ദൗത്യം പൂർത്തിയാക്കി. 8 വർഷം ചരിത്രത്തിൽ പറയുന്ന, അല്ലെങ്കിൽ 10 വർഷം മൂസാ നബി ഏറ്റവും നല്ലതാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10 വർഷം മൂസാ നബി അവരുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ കല്യാണം കഴിച്ചു. ആ ഭാര്യയുമായിട്ട് പിന്നെ മൂസാ നബി പോകുന്നതാണ് പിന്നീട് ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശദമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രം മനോഹരമായി നമ്മൾ വിശദീകരിച്ചു തരുന്നുണ്ട്. അങ്ങനെ പോവുക. മൂസാ നബിയും ഇപ്പോൾ മൂസാ നബിയുടെ ഭാര്യയും പോകുന്നു. ഭാര്യയുമായി പോയിട്ട് ഇവര് പിന്നീട് സീനാ താഴ്വരയിൽ എത്തുന്നു. തിരിച്ച് നാട്ടിലേക്ക്, മദിയനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഈജിപ്തിലേക്ക് വരികയാണ്. വരുമ്പോ സീനാ താഴ്വര വഴിയാണ് പോവേണ്ടത്. അങ്ങനെ സീനാ താഴ്വരയിൽ തൂർ എന്ന് പറയുന്ന മലയുടെ അടിവാരത്ത് എത്തിയപ്പോൾ അവിടെ ഈജിപ്തിന്റെ ചരിത്രം ഒരുപാട് പ്രവാചകന്മാർ, പ്രത്യേകിച്ചും യൂസഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശിക്കുന്നത് ഈജിപ്തിന്റെ ചരിത്രമാണ്. മൂസാ നബിയുടെ ചരിത്രത്തിൽ അങ്ങോളം കടന്നു വരുന്നത് ഈജിപ്തിന്റെ ചരിത്രമാണ്. അങ്ങനെ ഈജിപ്തിന്റെ ചരിത്രം ഇസ്ലാമിക സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ മക്കളൊക്കെ ഇപ്പോ ട്രിപ്പ് പോവുക, പുറത്തു പോവുക, രാജ്യങ്ങൾ സന്ദർശിക്കുക, ഇതൊക്കെ ആളുകളുടെ ഒരു ട്രെൻഡാണല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അയവിറക്കാൻ സാധിക്കുന്ന, അതിന്റെ ബാക്കി പത്രമുള്ള പ്രദേശങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വിശുദ്ധ പറയുന്നത് സീറോ ഫില്ലർ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ എവിടേക്കാ പോവേണ്ടത്. നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് ഏറ്റവും വേസ്റ്റ് കൾച്ചറുള്ള നാടുകളാണ്. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഇത്തരം ഇസ്ലാമികമായ സംസ്കാരം ഉയർന്നു വന്നിട്ടുള്ള ഇസ്ലാമിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുകയാണെങ്കിൽ ലോകത്ത് സന്ദർശിക്കേണ്ടുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും ഈജിപ്ത്. ഇപ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പല രാജ്യങ്ങളും സന്ദർശിച്ച ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും അത്തരം രാജ്യങ്ങളിലേക്ക് മക്കളെ കൂട്ടിയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ പോകാനൊക്കെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത, അത് പിന്നെ ഹജ്ജ് മുമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഇത്തരം രാജ്യങ്ങളൊന്നും അല്ല സന്ദർശിച്ചത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്റർ ഇത്തരം രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ഭാര്യയും കൂടിയിട്ട് പിന്നെ തിരിച്ച് മദിയനിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള വഴിയിൽ സിനാ താഴ്വരയിൽ എത്തുമ്പോഴാണ് ഇരുട്ടാണ്, രാത്രിയാണ്, അതോടൊപ്പം നല്ല തണുപ്പുള്ള ദിവസവുമാണ്. അങ്ങനെ അവര് ഏറെക്കുറെ വഴിമുട്ടി എങ്ങോട്ട് നീങ്ങണം എന്നറിയാതെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ദൂരെ ഒരു തീ കാണുന്നത്. അപ്പൊ മൂസാ നബി ഭാര്യയോട് പറഞ്ഞു, നീ ഒന്ന് ഇവിടെ നിൽക്ക്, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു തീ കാണുന്നുണ്ട്, അവിടെ ചെന്നാൽ ഒരു പക്ഷെ തണുപ്പകറ്റാനുള്ള തീ കിട്ടിയേക്കാം, ഒരു പക്ഷേ വഴി കാണിക്കാനുള്ള തീയും കിട്ടിയേക്കാം. അന്നത്തെ കാലത്ത് നമ്മുടെ പുതിയ തലമുറക്ക് അതൊന്നും അറിയില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് നമുക്കറിയാം സുറുംകുറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത് അറിഞ്ഞുകൊള്ളുന്നില്ല. ചൂട്ട്, സുറുംകുറ്റി, ഇതൊക്കെയാണ് വഴികൾ. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണായി, അതിനകത്തുള്ള ലൈറ്റ്. പിന്നെ ലൈറ്റ് ഇല്ലാത്തൊരു നാടും ഒരു വഴി ഇപ്പൊ ഇല്ല. അന്ന് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ചൂട്ട് കത്തിച്ചിട്ടാ പോണേ. ചൂട്ട് എന്ന് വെച്ചാൽ എന്താ,
ഓലക്കൊടി കത്തിച്ചിട്ട് അത് വെളിച്ചാക്കിയിട്ട് പോവുകയാണ്. അതല്ലെങ്കിൽ പിന്നെ അതിന്റെ മുമ്പുള്ളത് ഈ കുറ്റിയാണ്. അതൊരു പക്ഷെ ഒരു മുളന്തണ്ടോ അതല്ലെങ്കിൽ ഒരു പിന്നെ കർമൂസയുടെ പിന്നെ ഇലയോ അതിൽ നിന്നൊക്കെയാണ് ഈ വെളിച്ചം ഉണ്ടാക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു ശീല ചെത്തിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ചൊക്കെ പോകുന്ന അന്നത്തെ കാലത്ത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് അത് ആ തീയുടെ വെളിച്ചം കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഒരു പക്ഷെ എനിക്കൊരു ചൂട്ട് കിട്ടിയേക്കാം. ചൂട്ട് എന്ന് പറഞ്ഞാൽ ടോർച്ചിന് പകരം ലൈറ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് തണുപ്പെങ്കിലും ചൂടെങ്കിലും തണുപ്പിന്റെ ആശ്വാസമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് അവിടേക്ക് മൂസാ അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ ഇന്ന് ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ത്വാഹയിലെ ആ ഭാഗം, ഇന്നി റഅ നാരൻ ഫഖാല ലിഅഹ്ലിഹി ഇംകുസു, ഇവിടെ വെയിറ്റ് ചെയ്യ്, ഇന്നി ആനസ്തു നാറ, ഞാനൊരു തീ കണ്ടിട്ടുണ്ട്, ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ്, അതിൽ നിന്ന് എനിക്കൊന്ന് കത്തിച്ചെടുക്കാൻ സാധിക്കും, ഔ അജിദു അലന്നാരി ഹുദ, അല്ലെങ്കിൽ അവിടെ ഒരു വഴികാട്ടി തീ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അടുത്ത് ഒരാളും ഉണ്ടാവും, അയാളോട് ചോദിച്ചാൽ നമുക്ക് പോകേണ്ട വഴി കിട്ടും, വീട്ടിലത്ത് കുടുങ്ങിക്കല്ലേ എന്ന് മൂസാ അലൈഹിസ്സലാം ഭാര്യയോട് പറഞ്ഞു. ആ തീന്റെ അടുക്കലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുന്നത്. അവിടെ വെച്ചാണ് മൂസാ അലൈഹിസ്സലാം പ്രവാചകനായി മാറുന്നത്. ഫലമ്മ അത്താഹ നൂദിയ യാ മൂസ, അവിടെ എത്തിയപ്പോ അദ്ദേഹം ഒരു വിളിയാളം കേൾക്കാണ്. ആ മലഞ്ചെരുവിൽ വെച്ച്, ആ വിശുദ്ധമായ മലഞ്ചെരുവിൽ വെച്ച് മൂസാ അലൈഹിസ്സലാം ഒരു വിളി കേൾക്കുന്നു. നൂദിയ യാ മൂസ, മൂസ എന്ന വിളി. ഞാൻ നിന്റെ റബ്ബാണ് മൂസ. ഇരുട്ടത്ത് തണുപ്പത്ത് ഒരു മനുഷ്യനുമില്ല, ഒരൊറ്റ വിളിയാണ് യാ മൂസ. എന്നിട്ട് പറയാണ് ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ്. നീ നിന്റെ ചെരുപ്പഴിക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, കാരണം എന്താ, നീ നിൽക്കുന്നത് ഒരു വിശുദ്ധ താഴ്വരയിലാണ്. അപ്പൊ ആ വിശുദ്ധമായ സ്ഥലത്ത് ചെരുപ്പഴിക്കുക. ഇപ്പോ സഫാ മറുവിന്റെ അടിയിലൊക്കെ സായി ചെയ്യുമ്പോ ശരിക്കും നല്ല പ്രതലാണ്. ചെരുപ്പ് കഴിച്ച് ബാഗിൽ വെച്ചിട്ടൊക്കെയാണ് നടക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ കാണും ചില ആളുകളൊക്കെ ഷൂ ഒക്കെ ഇട്ടിങ്ങനെ നടക്കുന്നത്. എതിർക്കാനൊന്നും പോകണമെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ഒരു മര്യാദ കാണും. ഇപ്പൊ പള്ളിയിലേക്ക് വളരെ ചെരുപ്പിട്ട് കയറാറില്ല, പുറത്തു വെച്ചിട്ടാണ് കയറുക. അതിന്റെ ഒരു മര്യാദയാണ്. അള്ളാഹു മൂസാ നബിയോട് പറയാണ് ഫഖല അലൈക, ഞാൻ പറഞ്ഞത് പ്രയാസമുള്ളവരൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആൾക്കല്ല. ഏതായാലും മൂസാ നബിയോട് ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ മൂസാ അലൈഹിസ്സലാമിന് ആ സമയത്ത് ഭയമുണ്ട്, അത്ഭുതമുണ്ട്. എന്താണ് ഞാൻ കേൾക്കുന്നത്? ഇതുവരെ നുബുവത്ത് അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്കയുണ്ടാകും. എന്നിട്ട് മൂസാ നബിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അത് പിന്നീട് മൂസാ നബിയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. മൂസാ നബി ഒരു ഇടയനാണ്. എന്താണ് മൂസാ നിന്റെ കയ്യിൽ? അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താണ്. ആ വടി തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാണ്. മൂസാ നബിയുടെ മറുപടി കാലഹി ആസായ, എന്റെ വടിയാണ്, അതവക്ക വലൈക, അത് ഊതിയിട്ടാണ് ഞാൻ നടക്കാറുള്ളത്. എന്റെ ആടിന് ഇല തച്ച് കൊഴിക്കാനും ഞാൻ ഈ വടി ഉപയോഗിക്കാറുണ്ട്. വലിയ ഫീഹ വേറെ ചില ഉപകാരങ്ങളൊക്കെ അതുകൊണ്ട് എനിക്കുണ്ട്. അപ്പോ മൂസാ നബി അള്ളാന്റെ കൽപ്പന അൽഖിഹ യാ മൂസ, ആ വടി ഒന്ന് നിലത്തിട്. ഫഅൽഖാഹ, മൂസാ നബി വടി നിലത്തിട്ടു. അപ്പൊ സംഭവിക്കുന്നത് ജീവനുള്ള ഇഴയുന്ന ചലിക്കുന്ന ഒരു സർപ്പമായിട്ട് ആ വടി മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മൂസാ നബിക്ക് ഭയം ഉണ്ടായി. കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി. മൂസാ അലൈഹിസ്സലാം ഭയപ്പെട്ടു. അപ്പോ അള്ളാഹിന്റെ മറുപടി പിടിച്ചോ, ഞാൻ പറയുമ്പോൾ നീ അത് എടുത്തോ, നീ പേടിക്കേണ്ടതില്ല. പഴയതുപോലെ ഞാൻ ഇതിനെ വടിയാക്കി മാറ്റിത്തരാം. അള്ളാഹു മൂസാ നബിയെ പ്രവാചകനാക്കി മാറ്റുന്നതോടൊപ്പം അന്നത്തെ കാലത്ത് മന്ത്രവാദികൾ ചെയ്തിരുന്ന ഒരു തട്ടിപ്പുണ്ടായിരുന്നു. ആ തട്ടിപ്പിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന അതിശക്തമായ ഒരു മോചിതത്താണ് മൂസാ നബിക്ക് അള്ളാഹു ഒന്നാമത് കൊടുത്തത്. അത് കയ്യിലുള്ള വടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം താഴെയിട്ടാൽ അത് പാമ്പായി മാറും. കഴിഞ്ഞില്ല, വളമും ജനാഹിക, നിന്റെ കൈകൾ നിന്റെ കക്ഷത്തോടൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. അത് പ്രകാശിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരും. കയ്യനെ കത്തും, കയ്യനെ തീ കത്തും, അല്ലെങ്കിൽ കയ്യനെ പ്രകാശിക്കും. മിൻ ഗൈരി സൂഇൻ, അപ്പൊ കൈ കത്താൻ വേദന ഉണ്ടാവൂലേ, ചൂടുണ്ടാവൂലേ, പൊള്ളൂലേ? ഇല്ല. മിൻ ഗൈരി സൂഇൻ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ, ഒരു വേദനയില്ലാത്ത രീതിയിൽ അതൊരു വെളിച്ചമായി മാറും, ഒരു തീയായി മാറും. ആയത്തുൽ ഉഖ്റ, അത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. ലിനുരിയക മിൻ ആയാത്തിൽ കുബ്റ, വലിയ ദൃഷ്ടാന്തം വേറെ വരാനുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. പിന്നീട് അങ്ങോട്ട് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം സംഭവബഹുലമാണ്. അത്
പെട്ടെന്ന് പറഞ്ഞാൽ തീർക്കാവുന്ന ഒന്നല്ല. മൂസാ നബി അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ ഒരു പ്രയാസമുണ്ട്. മൂസാ നബിയുടെ സംസാരത്തിൽ ചില വാക്കുകൾക്ക്, ചില അക്ഷരങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊരു പരിഹാരം വേണം. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരൻ ഹാറൂനെ കൂടി പ്രവാചകനായി നിശ്ചയിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാറൂനെ കൂടി പ്രവാചകനാക്കുന്നു. രണ്ടുപേരോടും അക്രമിയായ രാജാവിന്റെ അടുക്കലേക്ക് പോവാൻ വേണ്ടി പറയുന്നു. അവർ ഞങ്ങൾക്കത് ഭയമാണെന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, ഭയണ്ടെന്ന് പറഞ്ഞപ്പോ പേടിക്കേണ്ട, നിങ്ങൾ പോയിട്ട് നിങ്ങളോട് ഏൽപ്പിച്ച പണി ചെയ്യും. നിങ്ങൾ പറ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, സപ്പോർട്ടിന് ഞാനുണ്ട്, റബ്ബുണ്ട്, അള്ളാഹ് നിങ്ങളുടെ കൂടെ, അവിടെ ധൈര്യമായി ചെയ്യുക എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം, നുബുവത്തോടു കൂടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് ഉണ്ടാകുന്ന കഥ നമുക്കറിയാം. മൂസാ നബി കയറി ചെന്നിട്ട് അവിടെ ഫറോവയുമായി നടക്കുന്ന സംവാദം. ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ ആരാണ് നിന്റെ റബ്ബ്? ഫറോവയുടെ ചോദ്യം. മൂസാ നബിയുടെ മറുപടി, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനും സൃഷ്ടിപ്പ് നൽകുകയും ജീവൻ നൽകുകയും അവയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത റബ്ബിനെ കുറിച്ച് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി ഫറോവയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന സംവാദം, വെല്ലുവിളി, അവസാനം മൂസാ നബിയും ജാലവിദ്യക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ജാലവിദ്യക്കാർ അവരുടെ വടിയും താഴെയിടുന്നു. മൂസാ നബി താഴെയിട്ടപ്പോൾ എല്ലാറ്റിനെയും ഒന്നൊന്നായി വിഴുങ്ങി അവസാനം മൂസാ നബിയുടെ സർപ്പം മാത്രം ബാക്കിയായി. മൂസാ നബി ഇതിനെടുത്തു കൂളായി, ഒരു പ്രശ്നമില്ല. അപ്പോ ഫിറൗന്റെ ഓർഡർ അവരെ പിടിക്കാൻ മൂസാ നബി ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. ചെങ്കടലിന്റെ മുൻപിലെത്തുന്നു. പിന്നിൽ ശത്രുക്കൾ, മുന്നിൽ ചെങ്കടൽ. ശത്രുക്കൾ സർവായുധ സജ്ജരാണ്. മൂസാ നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, ഈ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കൽപ്പന, ഫദ്രിബ് അസാക്കൽ ബഹർ, ഒന്നും ചെയ്യണ്ട, പേടിക്കണ്ട മൂസ. അള്ളാഹിന്റെ കൽപ്പനപ്രകാരം ഒറ്റ അടിയാണ് കടല് രണ്ടായി. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യക്ഷമായ ഒരു റോഡ് അവിടെ ഉണ്ടായി മാറണം. ആ റോഡിലൂടെ മൂസാ നബിയും കൂടെയുള്ള ആളുകളും കൂളായിട്ട് നടന്ന് അക്കരെ പോയി. ഇത് കണ്ടിട്ട് ശത്രുക്കളും കൂടെ ഇറങ്ങി. വിശ്വാസികൾ അക്കരയെത്തി, ശത്രുക്കൾ നടുവിലെത്തി. അതോടുകൂടി കടല് പഴയതുപോലെ ഒന്നായി മാറി. ശത്രുക്കൾ ഒന്നടങ്കം മുങ്ങി നശിച്ചു. സൂറത്ത് ശുആറയിൽ അത് പറയുന്നുണ്ട്, മൂസാ നബിയെയും കൂടെയുള്ളവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ശത്രുക്കൾ എല്ലാവരും മുങ്ങി മരിച്ചു. ഇത് സംഭവിക്കുന്നത് മുഹറം മാസത്തിലാണ്. അതിനെ ഓർത്തുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ അന്ന് നോമ്പനുഷ്ഠിച്ചത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരുപാട് തിന്മ ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ കുറച്ചൊക്കെ നന്മയുണ്ടായിരുന്നു. ആ നന്മയിൽപ്പെട്ട ചിലതായിരുന്നു ഇങ്ങനെയുള്ള നല്ല നോമ്പുകൾ. അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിൻപറ്റിയത്. ഏതായാലും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റയെ കുറിച്ച് ഓർക്കുമ്പോൾ, മുഹറം മാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ഈ ഒരു സന്ദർഭത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മൂസാ നബിയുടെ ചരിത്രം വിശദമായി പരാമർശിക്കേണ്ടതിന്റെ ഒരു വളരെ ചുരുങ്ങിയ രൂപം മാത്രമാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മുടെ മക്കൾക്ക് ഇത്തരം കഥകൾ കേൾക്കാനും പഠിക്കാനൊക്കെ അവസരങ്ങൾ പല രീതിയിലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റു പല മാൻഡ്രേക്കിലേക്കും മായാവി കഥയിലേക്കും മക്കൾ പോകുമ്പോൾ സത്യസന്ധമായ ആത്മാർത്ഥമായ കഥകൾ നമ്മുടെ മക്കൾക്ക് മുമ്പിൽ നമ്മൾ തുറന്നു വെക്കണം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെയും മക്കളുടെ വിശ്വാസത്തെയും നാം ഊട്ടിയുറപ്പിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉപദേശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ മക്കയിൽ ഉള്ള സമയത്ത് കാന യൗമു ആശുറാ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു. മുഹറം 10 അഥവാ ആശുറ, ആ ആശുറായിന് മക്കയിലെ മുശ്രിക്കുകൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടർന്നു. ഫലമാ ഖദിമ ഇലൽ മദീന സാമഹു വഅമറ ബിസിയാമിഹി. മദീനയിൽ ചെന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഫലമാ ഫറദ റമദാൻ നിർബന്ധമാക്കിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജ്റ 2-ാം വർഷത്തിലാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. അതുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 ആശുറാവിന്റെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മുഹറമിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തോന്നുന്നവര് നോമ്പ് അനുഷ്ഠിച്ചോട്ടെ, അല്ലാത്തവർ ഒഴിവാക്കിക്കോട്ടെ. ഈ ജൂതന്മാർ അവിടെ മദീനയിൽ ചെന്നപ്പോഴുള്ള സംഭവം പറയുന്നത്, എന്തുകൊണ്ടാണ്
മദീനയിലെ ജൂതന്മാർ നോമനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇന്നത്തെ ദിവസത്തിലാണ് മൂസാ നബിയെയും ആളുകളെയും അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിന്റെ ഓർമ്മക്കാണ് ഞങ്ങൾ നോമനുഷ്ഠിക്കുന്നത്. അന്ന് അതിന്റെ ഓർമ്മക്ക് മൂസാ നബി നോമനുഷ്ഠിച്ചു, ആ നന്ദിക്ക് വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ നോമനുഷ്ഠിക്കുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങളെക്കാൾ കടപ്പെട്ടത് ഞങ്ങളാണ്. ഞങ്ങളുടെ പ്രവാചകനാണ് മൂസാ നബി. അദ്ദേഹത്തിന്റെ ദൗഹിതാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നോമനുഷ്ഠിക്കുന്ന നബി പറഞ്ഞു, ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി അടുത്ത വർഷം മുതൽ ഞാൻ ഇൻഷാ അല്ലാഹ് താസുആ അഥവാ മുഹറം 9 നോൽക്കും എന്ന് റസൂൽ പറഞ്ഞു. പക്ഷേ ആ വർഷത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുണ്ടായില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിലക്ക് മുഹറം 9ഉം 10ഉം രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയപ്പെടുന്നത് യൗമ ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതി ഖബ്ലഹു, മുൻപുള്ള വർഷങ്ങളിലെ പാപങ്ങൾ, അത് ഒരു വർഷമാണ് മുഴുവൻ വർഷവുമാണ്, പിന്നമാർക്ക് വ്യത്യാസമുണ്ട്. ഏതായാലും ജീവിതത്തിൽ നാം ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുവാൻ കാരണമാകുന്ന അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ആശുറായിന്റെയും താശുആന്റെയും മുഹറം 9ന്റെയും 10ന്റെയും നോമ്പെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ മുഹറം 9ഉം 10ഉം. ആ ദിവസം നോമ്പനുഷ്ഠിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനും വേണ്ടി നമ്മൾ തയ്യാറാവുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളോ നമുക്ക് വിട്ടപ്പെടുന്ന മാപ്പാക്കി തരുമാറാവട്ടെ.